സോറി സോറി. സ്വർണത്തിനൊക്കെ എന്താല്ലേ വില? ഈ കാലത്ത് ഇത്രയും വില കൊടുത്ത് സ്വർണം വാങ്ങാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ. ഒരു പവന് തന്നെ 1,00,000-ന് മുകളിൽ കൊടുക്കണം. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ ഉള്ളതൊന്നും നശിപ്പിക്കാതെ എല്ലാവരും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. സ്വർണ്ണം എല്ലാ കാലത്തും ഒരു മൂല്യനിധിയായ വസ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വർഷങ്ങൾ കൂടുന്തോറും സ്വർണത്തിന്റെ വിലയും മൂല്യവും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറം വില കൂടിക്കഴിഞ്ഞാൽ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറും. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നും സ്വർണ്ണവില കൂടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും. പക്ഷേ ഇതൊന്നും കേട്ട് അധികം വിഷമിക്കേണ്ട. ചിലപ്പോൾ ചിലപ്പോൾ സ്വർണ്ണവില നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന് കാരണമുണ്ട്. കാരണങ്ങളും കൂടെ കേട്ടോളൂ. പലിശ നിരക്ക് ഉയരുമ്പോൾ ഡോളർ, കടപ്പത്രങ്ങൾ ഇതിൻ്റെയൊക്കെ മൂല്യം ഉയരും. സ്വാഭാവികമായിട്ടും സ്വർണത്തിൻ്റെ മൂല്യത്തിൽ ക്രമാതീതമായ ഇടിവുണ്ടാവും. അപ്പം ആളുകൾ നിക്ഷേപങ്ങൾ സ്വർണത്തിൽ നിന്ന് മാറി മറ്റ് നിക്ഷേപങ്ങളിലേക്ക് വ്യതിചലിക്കും. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും സമാനമായിട്ട് തന്നെ വില ഇടിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അത് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്നതിലും വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക്, അതായത് സ്വർണം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ്. സ്വർണം വാങ്ങുമ്പോൾ വില കുറയല്ലോ എന്നുള്ളത്. ചിലപ്പോൾ 1,00,000-ന്, അതായത് പവന് 1,00,000-ന് താഴേക്ക് വരെ വീഴാനും സാധ്യതയുണ്ടായേക്കാം. എങ്കിലും ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലിശ നിരക്ക് ഉയർന്നാൽ മാത്രമേ, അതായത് അടിസ്ഥാന പലിശ നിരക്ക് ഉയർന്നാൽ മാത്രമേ ഈ സാധ്യതകളെല്ലാം സംഭവിക്കുള്ളൂ. ഇപ്പം ജൂലൈയിലാണ്, അതായത് ഈ മാസം 28, 29 തീയതികളായിട്ടാണ് അമേരിക്കയിൽ ഫെഡ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഫെഡ് മീറ്റിംഗ് കൂടി ആയിരിക്കും ഇത്. ഇത്തവണ പലിശ നിരക്ക് നിലനിർത്തുമോ അതോ ഉയർത്തുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും സ്വർണത്തിൻ്റെ വില ഉയർന്നാലും കുറഞ്ഞാലും സ്വർണത്തിൻ്റെ മൂല്യത്തിൽ ഒരിക്കലും ഒരു ഇടിവ് സംഭവിക്കില്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം പവന് 1,00,000-ന് മുകളിൽ വില കുതിച്ചുയർന്നു എന്നുള്ളത്. സോ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് സ്വർണത്തിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിൽ നിക്ഷേപിക്കാം. തീർച്ചയായിട്ടും അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒരു ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേട്ടം ഉണ്ടാവും. കാരണം സ്വർണത്തിൻ്റെ വില കുറഞ്ഞാലും അത് താൽക്കാലികം മാത്രമായിരിക്കും. അത് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് 1,00,000-ൽ നിന്ന് 2,00,000 ആകും പവന്. അത്ര വില ഉയർന്നാൽ പോലും വാങ്ങാൻ ആളുകളുണ്ട്. കാരണം കേരളത്തിലൊക്കെ സ്വർണ്ണം ഇടാതെ കല്യാണങ്ങൾ വളരെ കുറവാണ്. അത്രയും പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആളുകൾ മാത്രമാണ് സ്വർണ്ണം ഇടാതെ, ഒരു തരി പോലും സ്വർണ്ണം ഇടാതെ കല്യാണം കഴിക്കുന്നത്. എന്നാൽ പോലും ഇപ്പോഴും കുറഞ്ഞതൊരു 50 പവനെങ്കിലും ധരിച്ച് ഖദർ മണ്ഡപത്തിലേക്ക് കയറുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിനൊരിക്കലും അതിൻ്റെ ഡിമാൻഡ് കുറയുന്നില്ല. വിവാഹം മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ചടങ്ങുകൾക്കും, ഇത്തരത്തിലുള്ള വിശേഷപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും, കാതുകുത്തായിക്കോട്ടെ അല്ലെങ്കിൽ നൂലുകെട്ടായിക്കോട്ടെ, എല്ലാത്തിനും സ്വർണം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്വർണത്തിൻ്റെ മൂല്യം ഒരിക്കലും കുറയുന്നില്ല എന്ന് പറയാൻ കാരണം. സോ സ്വർണ്ണവിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. സ്വർണം വാങ്ങുന്നവർ വില കുറയുന്നത് നോക്കി വാങ്ങുക. സ്വർണം വിൽക്കാൻ അല്ലെങ്കിൽ സ്വർണം പണയം വെക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ സ്വർണത്തിൻ്റെ വില ഉയരുന്നത് നോക്കി നിൽക്കുക. സ്വർണം പണയം വെക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ജ്വല്ലറിയിലോ ബാങ്കിലോ പോയിട്ടാണ് സ്വർണം പണയം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പണം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതിൻ്റെ കാരണം ഈ യുദ്ധ സാഹചര്യം തന്നെയാണ്. കാരണം സ്വർണ്ണവില സ്ഥിരതയില്ലാതെയാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ വില കൂടുക കുറയുക ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
പെട്ടെന്ന് വില കുറയും, പെട്ടെന്ന് വില കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു വില നിശ്ചയിക്കാൻ കടയുടമകൾക്കും ബാങ്കുകൾക്കും സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ പണയം അല്ലെങ്കിൽ വിൽക്കുന്നതിലും പണയം വെക്കുന്നതിലും പണയം വെക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത്. ഒരു വില ആ ഒരു മൂല്യത്തിന് സ്വർണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഉള്ളൊരു തുക ലഭ്യമാകുന്നില്ല. കാരണം 75% വരെ ഒരു പവനാണെങ്കിൽ അതിൻ്റെ 75% വരെ സ്വർണ്ണപ്പണയം തുകയായിട്ട് ലഭിക്കണം എന്നാണ് നിയമം. പക്ഷേ ആ ഒരു 75% കംപ്ലീറ്റ് ആയിട്ട് ലഭ്യമാകുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഇത്തരം സംഘർഷ സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ പണയം വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇത്ര തുക കിട്ടുമെന്നുള്ള പ്രതീക്ഷകൾ ഒരുപാട് വെക്കരുത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കുറവ് തുകയായിരിക്കും ലഭിക്കുക. അപ്പം പോയിട്ട് വരാം. ബൈ.